വെറും 50,000 ഇന്നോവ സ്വന്തമാക്കട്ടോ. അപ്പൊ അടുത്ത രണ്ട് സുന്ദരി കുട്ടികളോട് ഇരിക്കണ്ടല്ലേ, രണ്ട് മെഴ്സിഡീസിന്റെ രണ്ട് കാറ്റഗറി വരുന്ന വാഹനങ്ങൾ. മോഡൽ കൂടി ഫോർച്യൂണർ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് 2014 ഒറിജിനൽ കേരള വണ്ടിയാണ്. 2014 മോഡലാണ്. ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പോപ്പുലർ കാർസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് ടയോട്ടയുടെ പ്രീമിയം വാഹനങ്ങളും അതുപോലെ തന്നെ ബെൻസ്, ഓഡി, അതുപോലത്തെ കുറെ പ്രീമിയം വാഹനങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്ത് തന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. നിഷ്ക മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടയോട്ടയുടെ വണ്ടികളും കുറച്ച് പ്രീമിയം വണ്ടികളും ഉൾപ്പെടുത്താല്ലേ. ഓക്കെ, കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. കാരണം ഇവിടുത്തെ ഓരോ വണ്ടികളും നമ്മൾ മാർക്കറ്റ് റേറ്റിന് വളരെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുന്നു. അതും ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. സൂപ്പർ വണ്ടികൾ, അപാകതകളൊന്നും ഇല്ലാത്ത വാഹനങ്ങളാണ്. നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ. ഇത് കറക്റ്റ് മലപ്പുറം ജില്ലയില് കോഴിക്കോട് ഹൈവേയില് കറക്റ്റ് ഇൻഡസ് മോട്ടോഴ്സിന്റെ ഓപ്പോസിറ്റ് കോട്ടക്കൽ പാലത്ര കോട്ടക്കൽ ഏകദേശം 2 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, ഇൻഡസ് മോട്ടോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് ഇന്നോവ എന്നാണ്ട് തുടങ്ങാം. ഒരുപാട് ഇന്നോവകൾ കണ്ടിരുന്നല്ലോ. ഇപ്പൊ എന്താ ഒറ്റ ഇന്നോവ സോൾഡ് ആയില്ലേ? കേരള വണ്ടിയാണ്. കേരള വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് ഇത് 4th ഓണർഷിപ്പ് ആണ്. 2013 മോഡൽ കേരള വണ്ടി G4. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 2.5 ലക്ഷം കിലോമീറ്റർ. പ്രോപ്പർ സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. സർവീസ് ആണ് അവൈലബിൾ. ടയർ ഏകദേശം 80% മുകളിൽ ടയർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇന്നോവന്റെ ആകെ ടയറാണ് ആദ്യം നോക്കണ്ടേ നമ്മള്. അപ്പൊ പുറകശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിന്റെ വാഹനമാണ്. ഡിഫോഗർ, വൈപ്പർ, പിന്നെ സ്പോയിലർ ഒക്കെ വരുന്ന മെയിൻ ആയിട്ട് കാണിക്കേണ്ടത്. നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ടച്ച് സ്ക്രീൻ ചെയ്ത്. എ സി ഒക്കെ എങ്ങനെയാണ്? ഫുൾ കൂളിംഗ് ആണ്. പക്ക കൂളിംഗ് ആണല്ലേ. 7 സീറ്റർ ആണല്ലേ വരുന്നത്? 7 സീറ്റർ വരുന്ന വാഹനമാണ്. നമുക്ക് എത്രക്ക് ഈ ഇന്നോവ കസ്റ്റമേഴ്സിന് കൊടുക്കാം? നമുക്ക് ഇത് ഇന്നോവ ഒറിജിനൽ കേരള 8.5 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 8.5 ലക്ഷം രൂപ ആസ്ക് ചെയ്യുന്നുണ്ട്. അതിൽ എത്ര ലോൺ ചെയ്ത് കൊടുക്കാം? നമുക്ക് 8 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യും. ഒരു 50,000 ഇന്നോവ ഉണ്ടാവും. നല്ല ട്രാക്ക് ലാസ്റ്റർ ആണെങ്കിൽ വെറും 50,000 ഇന്നോവ സ്വന്തമാക്കട്ടോ. ഒറിജിനൽ നല്ലൊരു വൃത്തിയുള്ള ബ്രസ, ഡീസൽ അല്ലേ? ഓട്ടോമാറ്റിക് ആകുമ്പോ മൈലേജ് ഓട്ടോമാറ്റിക് വണ്ടിയായി. അതെ, നല്ലൊരു ബൾക്കി ഫീലോട് കൂടി വരുന്ന SUV വണ്ടിയിലെ. ഓക്കെ, വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,08,000 കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർ യൂസ് ചെയ്ത കറക്റ്റ് 2019 ZDI ആണ് വണ്ടി. ഓക്കെ, ZDI ആണ് കേട്ടോ. പുറകോട്ട് വരികയാണെങ്കിൽ നല്ല റിയർ വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സൈലൻസർ ഒക്കെ അല്ലേ, നീലച്ച സൈലൻസർ ഒക്കെ വരുന്നുണ്ടല്ലേ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇന്ത്യയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ്. ഒന്നും പറയാനില്ല. ഓട്ടോമാറ്റിക് ആണ്. ഗിയർ ബോക്സ് ഗിയർ ബോക്സ് വരുന്നത്. വലിയൊരു മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ABS, EBD ഒക്കെ വരുന്ന വാഹനം. നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇതും നമ്മളൊരു മലയാളം മീഡിയ കസ്റ്റമർ നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് ഒരു 9.5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 9.5 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ബ്രസ ഗിയർ ബോക്സ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. തീർച്ചയായിട്ടും അതൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്. 2019 വണ്ടി പറഞ്ഞാൽ അത്യാവശ്യം എൻക്വയറി ഉള്ളതും അതുപോലെ തന്നെ ഡീസൽ റയർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് അതാണ് അത്ര റേറ്റ്. നമുക്ക് ഒരു 9 ലക്ഷം വരെ ഫിനാൻസ് കൊടുക്കാം. 9 ലക്ഷം വരെ ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 1 രൂപ പോലും മുടക്കാം. ഡീസൽ ബ്രസ സ്വന്തമാക്കാല്ലേ. ഡോക്ടർ യൂസ് ചെയ്ത നല്ലൊരു ജാസിലെ ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പിൽ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 81,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോളിൽ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്നുണ്ട്. CVT ആണ്. അപ്പൊ അത്യാവശ്യം ഒരു ലാഗിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് വണ്ടി കൊണ്ടുനടക്കാം അല്ലേ. പുറകോട്ട് വരികയാണെങ്കിൽ ഡിഫോഗർ, പിന്നെ റിയർ വൈപ്പർ, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ടോ? റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്ന വാഹനമാണ്. പിന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ വസ്തുത്തോട്ട് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടില്ല, എന്നാൽ കൂടി നല്ല അടിപൊളി കമ്പനി സീറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ എയർ ബാഗ്, കമ്പനി ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വാഹനം. നമ്മൾ എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? 7,90,000 രൂപ. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 7 ലക്ഷം വരെ 7 ലക്ഷം വരെ ലോണും കയറും. അപ്പൊ ഏകദേശം ഒരു 1 ലക്ഷത്തിന്റെ താഴെ കാണുകയാണെങ്കിൽ നമുക്കൊരു ജാസ് ഡോക്ടർ യൂസ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി സ്വന്തമാക്കാം. നല്ലൊരു വൃത്തിയുള്ള എക്കോസ്പോർട്ടില്ലേ, നല്ല മോഡൽ കൂടി വണ്ടി. 2021 മോഡൽ. ഇപ്പൊ ഇറങ്ങണില്ല, നല്ല ഡിമാൻഡ്. ഫാൻസി നമ്പർ വണ്ടി കേട്ടോ, 002 അല്ലേ. പിന്നെ ഡീസൽ അല്ലേ? ഡീസൽ ടൈറ്റാനിയം
കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. ടൈറ്റാനിയം പ്ലസ് പ്ലസ് ഇല്ല, ടൈറ്റാനിയം ഉള്ളു. സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ള വാഹനമാണ്. അപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ്, ഫോർഡ് പറഞ്ഞാല് ഫീച്ചേഴ്സ് കുത്തി നിറക്കുന്ന കമ്പനിയാണ്. സൂപ്പർ വണ്ടിയാണ്. ഫാമിലി കാറാണ് വണ്ടി. ഫാമിലി കാർ ആണല്ലേ. മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ എക്കോസ്പോർട്ട് ആണ് കേട്ടോ. ഓക്കെ, ടൈറ്റാനിയം ബാക്കില് റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ത്യയിൽ വശത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, നല്ല പ്രീമിയം ടച്ച് തന്നെ വരുന്നുണ്ട്. സീറ്റ് കവർ കമ്പനി സീറ്റ് തന്നെയാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വാഹനമാണ് കേട്ടോ. ഇതിനെല്ലാം അടിപൊളി ആംബിയൻ ലൈറ്റ് ഒക്കെ. ഇത് കമ്പനി ഇൻബിൽഡ് ആംബിയൻ ലൈറ്റ് ആണോ? അല്ലല്ല, നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ. ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമുണ്ട്. എത്രയാണ് നമ്മൾ ചോദിക്കുന്ന വണ്ടിക്ക്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 9,75,000. 9,75,000 വണ്ടി കൊടുക്കാം. അതില് മാക്സിമം ലോൺ കയറ്റാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം നമുക്ക്. സൺറൂഫ് ഒക്കെ വരുന്ന വാഹനം കേട്ടോ എക്കോസ്പോർട്ടിൽ. സൺറൂഫ് വരുന്നുണ്ട്. ഓക്കെ, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. എല്ലാം വരുന്ന വാഹനമാണ്. ലോൺ ഏകദേശം നമുക്കൊരു 9 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാം. 9 ലക്ഷം വരെ ലോൺ കൊടുക്കാം. അപ്പൊ ഏകദേശം ഒരു 1 ലക്ഷത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ എക്കോസ്പോർട്ട് 2021 വണ്ടി നമുക്ക് സ്വന്തമാക്കാം. അപ്പൊ നെക്സ്റ്റ് എടുത്ത ഫോർച്യൂണർ, നല്ല അടിപൊളി വണ്ടി. കേരള വണ്ടി, റീ വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി 2010 മോഡൽ. ഓക്കെ, കിലോമീറ്റർ ഇത് 3,65,000. 3,65,000 കിലോമീറ്റർ ഓടിയുണ്ട്. അതും ഫാൻസി നമ്പർ 999 എന്ന് പറയുന്ന ഫാൻസി നമ്പറോട് കൂടി വരുന്ന വാഹനമാണ്. ടയർ ആവറേജ് ടയർ വരുന്നുണ്ട്. അലോയ് വീൽസ് ആണ് വരുന്നത്. അപ്പൊ ഇന്ത്യൻ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കാർ, അടിപൊളി കുഷിനൊക്കെ ഉള്ള സീറ്റ് കാർ. ഇത് 4x4 ആണോ? അതെ, 4 വീൽ ഡ്രൈവ് മാനുവൽ ആണ്. പിന്നെ പൈനിയറിന്റെ സെറ്റ് വരുന്നുണ്ട്. പിന്നെ എയർ ബാഗ്സ്, ഓട്ടോമാറ്റിക് AC വരുന്ന നല്ല പ്രീമിയം ടച്ചിൽ തന്നെ ഇന്ത്യയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർഷിപ്പില്. ഓക്കെ, നമ്മൾ എത്രയാണ് അപ്പൊ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 9 ലക്ഷം രൂപയാണ്. 9 ലക്ഷം രൂപ ആസ്ക് ചെയ്യുന്നുണ്ട്. എത്ര ലോൺ ചെയ്യാം നമുക്ക്? ഇത് നമുക്കൊരു 8 വരെ, അല്ല ഒരു 4 വരെ ലോണും ചെയ്യാം അല്ലേ? ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള ഫോർച്യൂണർ ആണ് കേട്ടോ. ഓക്കെ, നല്ലൊരു ക്വാളിറ്റി ഫോർച്യൂണർ അല്ലേ ഇത്? റിയോ വണ്ടി നമ്പർ ആക്കിയിട്ട് ഇത് നമ്മൾ കേരള 55ലേക്ക് NOC എടുത്തിട്ടുണ്ട്. നമുക്ക് കൊടുക്കും ചെയ്യാം. പിന്നെ നല്ല അലോയ് വീൽസ് അല്ല മെയിൻറ്റെയിൻ ചെയ്ത അലോയ് വീൽസ് ഉണ്ട്. വണ്ടി കണ്ടാലൊരു അത്യാവശ്യം നല്ല മോഡലിലെ വണ്ടി. എത്ര മോഡല്? ഇത് 2013 മോഡൽ. 13 മോഡൽ തന്നെ. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അപ്പൊ ഏകദേശം മൈലേജ് എത്ര? ഓട്ടോമാറ്റിക്കൽ ഒരു 10-11 ഒക്കെ ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, പ്രകാശത്തോട്ട് വരികയാണെങ്കിൽ വൈഫർ, ഡീപോഗർ ഒക്കെ വരുന്ന വാഹനമാണ്. പിന്നെ തിരൂര് നമുക്ക് നമ്പർ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്പർ ആക്കി കൊടുക്കാൻ വേണമെങ്കിൽ അതും ചെയ്തു തരാം. ഇന്ത്യൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഫോർച്യൂണർ എഴുതിയൊരു അടിപൊളി ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. കമ്പനി ഫീച്ചേഴ്സും കാരണം വരുന്ന വാഹനമാണ്. എത്രയൊക്കെ ചെയ്തു കൊടുക്കാം നമ്മള്? കേരള നമ്പറിൽ 14,5 ലക്ഷം രൂപ ആസ്ക് ചെയ്യുന്നു. കേരള നമ്മൾ 14,5 ലക്ഷം രൂപ ആസ്ക് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അതില് നമ്മള് എത്ര ലോൺ ചെയ്യും? ഇത് നമുക്കൊരു 12 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ, ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോർച്യൂണർ സ്വന്തമാക്കാം. നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് മോഡൽ കൂടി ഫോർച്യൂണർ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് 2014 ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള വണ്ടി. വണ്ടി നോക്കുമ്പോ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഒരു സ്ക്രാച്ചോ ഡെന്റോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നമ്പർ ഫാൻസി നമ്പർ ആണ്. പിന്നെ ഹെഡ്ലൈറ്റ് വാഷറൊക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ, 99 ആണ് നമ്പർ വരുന്നത്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ആവറേജ് ടയർ, അലോയ് വീൽസ് ഒക്കെ വരുന്ന വാഹനമാണ്. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ എക്സ്റ്റീരിയർ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു ഇന്റീരിയർ ആണ് വരുന്നത്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്, എയർ ബാഗ്സ് വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC ഒക്കെ വരുന്ന വാഹനമല്ലേ? ഇത് ഓണർഷിപ്പ് എത്രയായിരുന്നു? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. പ്രോപ്പർ സർവീസ് അവൈലബിൾ. ഓക്കെ, നമുക്ക് ഇത് അപ്പൊ ഓഫറിലും കൊടുക്കാൻ പറ്റില്ലേ? എത്ര കൊടുക്കാം? 19 ലക്ഷം രൂപ. 19 ലക്ഷം രൂപ കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് മാക്സിമം ലോണും കയറ്റാം. 15 ലക്ഷം രൂപ നമുക്ക് 15 ലക്ഷം വരെ ലോണും കയറ്റാം. ഓക്കെ, ഒരു 3 ലക്ഷം രൂപ റേഞ്ചിനെങ്കിൽ വണ്ടി ഡെലിവറി കൊടുക്കാം അല്ലേ? ഇതായിരുന്നു അടുത്തൊരു കേരള പുലിയില്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2013 മോഡൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 95,000 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഫാൻസി നമ്പർ 313. അതെ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പോ സെക്കൻഡ് ആണ്? ഓക്കെ, നമ്മൾ ഇന്ത്യൻ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ അത് എക്സ്റ്റീരിയർ കണ്ടോ, സീറ്റ് കവർ ചെയ്തിട്ടില്ല, എന്നാൽ കൂടി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ? സൂപ്പർ വാഹനമാണ്. എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പിന്നെ ടയറൊക്കെ ഒരു 80% ടയറൊക്കെ വരുന്ന വാഹനമാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നും ഇല്ലാത്ത വാഹനമാണ്. എത്ര ചോദിക്കണം നമ്മള്? 17.5 ലക്ഷം രൂപ. സിംഗിൾ ഓണറിന്
സെക്കൻഡ് ഓണർഷിപ്പ്, സെക്കൻഡ് ഓണറിന് 95,000 കിലോമീറ്റർ ഓടി. 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നോക്കണം. 16 ലക്ഷം. സിൽവർ കളർ വണ്ടി, നമ്പർ ആയിട്ടുണ്ട്. അപ്പൊ ആക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല നമ്പർ ആയിട്ടുണ്ടല്ലേ, ഓൾറെഡി ആയിട്ടുണ്ട്. ഇത് ഓണർഷിപ്പ് ഒക്കെ എത്ര വരുന്നത്? ഇത് തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. കിലോമീറ്റർ ഇത് 13 മോഡലാണ്. കിലോമീറ്റർ 181 ആണ്. 1,83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല, ഗ്യാരണ്ടി പറയാം. സൂപ്പർ വണ്ടി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഒരു സ്ക്രാച്ചോ അതുപോലെ തന്നെ ഡെന്റോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ പ്രൊഗോസ്റ്റോട്ട് വരികയാണെങ്കിൽ ഫിനിഷ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയർ വൈപ്പർ, ഡീഫോഗർ ഒക്കെ വരുന്ന വാഹനമാണ്. നമ്മൾ ഇന്ത്യയുടെ വശത്തോട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതൊക്കെ എക്സ്ട്രാ ചെയ്താണ്. ഇതെല്ലാ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് ഒക്കെ വരുന്ന വാഹനമാണ്. എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടി? നമ്മൾ 13.5 ലക്ഷം ആസ്ക് ചെയ്യുന്നുണ്ട്. 13.5 ലക്ഷം റുപ്യക്ക് വണ്ടി കൊടുക്കാം. അതിൽ ലോൺ കയറുമോ? ലോൺ കയറും. ഏകദേശം എത്ര? ഒരു 10 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്തു. 10 ലക്ഷം വരെ. ഒരു 3 ലക്ഷം റുപ്യന്റെ നമുക്ക് ഫോർച്യൂണർ സ്വന്തമാക്കാം. ഓക്കെ, 3 ലക്ഷം റുപ്യന്റെ നമുക്ക് അടിപൊളി വൃത്തിയുള്ളൊരു വണ്ടി സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ക്രിസ്റ്റ പരിചയപ്പെടാം. ഇവിടെ ഒരുപാട് ക്രിസ്റ്റ കിടക്കുന്ന കണ്ടിരുന്നല്ലോ. ഇപ്പൊ എന്താ ഒരു വണ്ടി മാത്രം? ഫാൻസി നമ്പറോട് കൂടി വരുന്ന വണ്ടി. പിന്നെ വണ്ടി എങ്ങനെ ഡീറ്റെയിൽസ് ആണ്? കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. 2019 ക്രിസ്റ്റ വി ഓപ്ഷൻ ആണ് വണ്ടി. വി ഓപ്ഷൻ മാനുവലി. ഓക്കെ, വി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റയില് ഒരുപാട് എൻക്വയറി ഉള്ളതും അതുപോലെ ഡിമാൻഡ് ഉള്ള കിലോമീറ്റർ വണ്ടി. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 ഓടിയിട്ടുള്ളൂ. പക്ക സർവീസ് വണ്ടിയാണ്. അതില് പക്ക സർവീസ് ഇല്ലേ? ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. ഇതൊക്കെ 40,000 കിലോമീറ്റർ ഓടിയ ടയറാണോ? അതെ. ഓക്കെ, ടയർ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. മൈലേജ് ഒരു ആവറേജ് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ബാക്കിലൊക്കെ സെൻസർ കാര്യങ്ങൾ. റിവേഴ്സ് ക്യാമറ വരുന്നില്ല അല്ലേ? റിവേഴ്സ് ക്യാമറ ഉണ്ട് അല്ലേ? റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ, നമുക്ക് ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ വെറും 40,000 കിലോമീറ്റർ ഓടിയ വാഹനം. സിംഗിൾ ഓണറോ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഇതിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പുത്താൻ പുതിയ പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി ബ്ലാക്ക് കളറിങ്, ബ്ലാക്ക് തീമിലാണല്ലേ വണ്ടി വരുന്നത്? അതെ, ഫുൾ ബ്ലാക്ക് തീമിലാണ് വരുന്നത്. 7 സീറ്റർ ആണ്. പിന്നെ നമ്മള് ഡ്രൈവ് സൈഡ് നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടി? 23 ലക്ഷം രൂപ ആസ്ക് ചെയ്യുന്നത്. 19 വണ്ടിക്ക്. 19 വണ്ടിക്ക് വളരെ കൂടുതൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ തപ്പി നടക്കണവർക്ക് ലോ കിലോമീറ്റർ നല്ല സൂപ്പർ വണ്ടി. പുതിയ ക്രിസ്റ്റ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയല്ലേ? 18 ലക്ഷം രൂപ ലോണും കയറും. ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്റ്റ സ്വന്തമാക്കാം. ഓക്കെ, അപ്പൊ അടുത്ത 2 സുന്ദരി കുട്ടികൾ കൂടി ഇരിക്കണ്ടല്ലേ? 2 മെഴ്സിഡീസിന്റെ രണ്ട് കാറ്റഗറി വരുന്ന വാഹനങ്ങൾ. ഇത് 2017 മോഡൽ സി എൽ അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ യൂസ് ചെയ്ത വാഹനമാണ്. നല്ല അടിപൊളി അട്രാക്റ്റീവ് അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്ക്രാച്ചോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. റീപ്ലേസ്മെന്റ് ഒന്നും. സൂപ്പർ വണ്ടിയാണ്. വണ്ടി ഏകദേശം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്? 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? 80,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനം. ഒറിജിനൽ കേരള വാഹനമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ വശത്തോട്ട് നോക്കണത് ഇതിപ്പോ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രെയിംലെസ് ഗ്ലാസുകളാണ് വരുന്നത്. പിന്നെ ബെൻസിന്റെ കേസ് പറയണ്ടല്ലോ, എല്ലാ ഫീച്ചേഴ്സും കുത്തി നിറച്ച വാഹനമാണ്. നല്ല അടിപൊളി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ആക്സിഡന്റോ റീപ്ലേസോ ഒരു അപാകതോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. അപ്പൊ എത്ര നമ്മൾ ചോദിക്കണോ? 28 ലക്ഷം രൂപ. 28 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം പുതിയ ഏകദേശം 80 ലക്ഷം ആ റേഞ്ച് വരുന്ന വാഹനമാണ്. 28 ലക്ഷം രൂപ തീർച്ചയായിട്ടും അഫോർഡബിൾ ആയ റേറ്റ് ആണ്. കാരണം വലിയ കിലോമീറ്റർ ഓടിച്ചടച്ചൊരു വാഹനമല്ല. സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വാഹനമാണ് കേട്ടോ. നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. 20 ലക്ഷം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 20 ലക്ഷം രൂപ ലോണും ചെയ്യാം. ഓക്കെ, ഇതിൽ അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 15 ആ റേഞ്ച് മൈലേജ് ഡീസലാണ്. ഒരു കൂപ്പേ പോലത്തെ ഒരു വാഹനം അല്ലേ? സ്റ്റേറ്റ് എ ക്ലാസ് പരിചയപ്പെടും. അതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2014 എ ക്ലാസ്. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 80 സംതിങ് കിലോമീറ്റർ ഓടി. കേരള വണ്ടി റീവണ്ടി. കേരള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണ്. സ്ക്രാച്ചോ ഒന്നും നമുക്ക് കാണാനും സാധിക്കുന്നില്ല. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. 900 ഫാൻസി നമ്പർ ആണല്ലേ? ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യർ തന്നെയാണ്. തേർഡ് ഓണർഷിപ്പ് പറയില്ലല്ലേ കണ്ടാല്? അതേപോലെ തന്നെ ക്വാളിറ്റിയിൽ ബെൻസ് ഒക്കെ ഉപയോഗിക്കണ പോലെ അത്രയും സൂക്ഷ്മതയോടെ അടിപൊളിയായിട്ട് കൊണ്ടെടുക്കുകയും ചെയ്യുള്ളൂ കേട്ടോ.
ഓക്കെ, നമുക്ക് എത്രയാണ് ഓഫറിൽ കൊടുക്കാൻ പറ്റുക? 15.5 ലക്ഷം ആസ്ക് ചെയ്യുന്നത്. ആസ്ക് ഉണ്ട് നമ്മള് കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി 15 ലക്ഷം റുപ്യ കൊടുക്കാം. കൊടുക്കാം. ഓക്കെ, പാനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ഉണ്ടോ? 15 ലക്ഷം റുപ്യ തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ലോൺ ചെയ്യാൻ പറ്റും. ഒരു 10 ലക്ഷം രൂപ നമുക്ക് ലോണും കൊടുക്കും. 5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബെൻസ് എ ക്ലാസ് ഒന്ന് സ്വന്തമാക്കാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് VVIPകൾ ഉപയോഗിക്കുന്ന ഒരു R ക്ലാസ് വാഹനം പരിചയപ്പെടാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് റയർ ആയിട്ടുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നവർ പിന്നെ കൊടുക്കൂല, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഭയങ്കര ഓടിക്കാനും സുഖമാണ്. നമുക്കൊരു ഡ്രൈവേഴ്സ് കാറുമാണെന്ന് പറയാം, പോകാൻ പറ്റിയ ഒരു വാഹനമാണ് ഇത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള വണ്ടി. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1 ലക്ഷം കറക്റ്റ് പ്രോപ്പർ ആയിട്ട് കമ്പനിയിൽ സർവീസ്. വലിയൊരു ടയർ സൈസ് തന്നെയാണല്ലേ വരുന്നത്. പിന്നെ പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. R350 ആണ് വരുന്നത്. ഡീസൽ അല്ലേ? ഡീസൽ എഞ്ചിൻ. ഏകദേശം ഒരു 15-12 മൈലേജ്. നമ്പർ ഫാൻസി നമ്പർ ആണ് വരുന്നത് 9000. പിന്നെ ഫോർമാറ്റിക് ആണ് വരുന്നത്. 7 സീറ്റർ അല്ലെ വാഹനം? അതെ, 7 സീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിക്കി ഒക്കെ അത്യാവശ്യം ഉണ്ട് അല്ലേ? 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഡിക്കി ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരം, പക്ഷെ ഡിക്കി ഉണ്ട്. അത്യാവശ്യം നല്ല യാത്ര കംഫർട്ടുള്ള വാഹനം ഉണ്ടോ? അപ്പൊ ഡിക്കി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമ്മള് ഇന്റീരിയർ വശം നോക്കാം. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ഫീച്ചേഴ്സും വരുന്നുണ്ട് വാഹനത്തിന്. നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? സൂപ്പർ വാഹനമാണ്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ ഇതിന് ഏകദേശം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റിയർ സൈഡ് യാത്രയാണല്ലേ? ഓക്കെ, ഒരു ആൾട്ടോർണറിന്റെ വീതി തന്നെ ഉണ്ട് പുറകുവശം നോക്കുകയാണെങ്കിൽ തന്നെ. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മള് എത്രയാണ് മോഡൽ വണ്ടി? ഇത് 2012 മോഡൽ R350 ആണ്. 2012 മോഡൽ അല്ലേ? വണ്ടി കണ്ട ഒരു 2020-22 വണ്ടിയാകെ തോന്നുള്ളൂ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അതെ, പ്രോപ്പർ കമ്പനിയാണ് സർവീസും കാര്യങ്ങളൊക്കെ. ഓക്കെ, പുറത്തൊന്നും അല്ലേ? ഫുള്ള് കമ്പനി തന്നെ. കേരള വണ്ടിയാണ്. 18 സൈസ് ടയർ വീലൊക്കെ ഉണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? 16 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 16 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. ഈ വാഹനമൊക്കെ കേരളത്തിൽ കുറച്ച് പീസ് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു ഏകദേശം 1 CR ആ ലെവല് കമ്പനി ഓൺ റോഡ് വില വരുന്ന വാഹനം നമ്മൾക്ക് എത്ര കൊടുക്കാം? നമുക്ക് 16 ലക്ഷം രൂപ. 16 ലക്ഷം റുപ്യ ഇന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് ആവശ്യക്കാർ ഇത് കണ്ടാൽ കൊത്തിക്കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ്. ലോൺ ചെയ്യാൻ പറ്റും? ഏകദേശം എത്ര? 5-6 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ്, നല്ല ക്വാളിറ്റി വണ്ടിയുമാണ്. നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി ഓടി Q3 പരിചയപ്പെടാല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ വരുന്നത്? ഇത് 2015 മോഡൽ ഓടി Q3 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 1,09,000 സർവീസുള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത വാഹനമാണ്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ സൂപ്പർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഓക്കെ, കേരള വണ്ടിയാണ്. സൂപ്പർ നമ്പർ ആണ് വണ്ടി. അതെ, തീർച്ചയായും ഫാൻസി നമ്പറോട് കൂടി വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ വശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വാഹനമാണ്. എയർ ബാഗും കാര്യങ്ങളൊക്കെ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കേരള വണ്ടി അല്ലേ? എത്ര ചോദിക്കണം നമ്മള്? ഇത് നമ്മൾ 20 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 20 ലക്ഷം റുപ്യ കൊടുക്കാം. ലോണ് നമുക്ക് 15 ലക്ഷം രൂപ ലോൺ കയറില്ലേ? ഓക്കെ, അപ്പൊ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ Q3 സ്വന്തമാക്കാം. ലക്ഷറി യാത്ര. ഓക്കെ, ഒരു പാനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ പ്രീമിയം വണ്ടികളൊക്കെ ഒരു ഓട്ടോമാറ്റിക് തന്നെയല്ലേ? അധികം മാനുവൽ കുറവാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ല C ക്ലാസ് പരിചയപ്പെടാം. ഇത് കേരള വണ്ടിയാ? ഈ വണ്ടിയാ? അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഓൾറെഡി നമ്പർ ആക്കിയിട്ടുണ്ട്. KL പാലക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? 679 ആണ് നമ്പർ വരുന്നത്. വണ്ടി എങ്ങനെയാണ് കണ്ടീഷൻ? ഇത് വണ്ടി പക്കയാണ്, മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ലാത്ത വാഹനമല്ലേ? 2014 മോഡലാണ്. C220 1,06,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 1,06,000 കിലോമീറ്റർ ഓടി നല്ല ക്വാളിറ്റി വാഹനം ഉണ്ടോ? നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എന്താ പറയാ, നല്ല നീറ്റിൽ തന്നെ കൊണ്ടുനടന്നിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടിയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി തന്നെയാണ്. സ്റ്റേറ്റിലാണല്ലോ, കേരളത്തിലാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പാർട്ടീസ് ആണ്. അതെ, കേരളത്തിൽ ആക്കിയിട്ട് കുറച്ച് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു കേരള ടച്ച് വരുന്ന വാഹനം. ഓക്കെ, നമ്മൾ എത്രയാണ് ചോദിക്കാൻ വേണ്ടിക്ക്? ഇത് നമ്മൾ 13.5 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 13.5 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ്. ഓക്കെ, 14 വണ്ടി. അപ്പൊ എത്ര ലോൺ ചെയ്യാം? നമുക്കൊരു 7-8 ലക്ഷം രൂപ ലോണും ചെയ്യാലോ? അപ്പൊ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് C ക്ലാസ് സ്വന്തമാക്കാം. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ടൊയോട്ടയുടെ വണ്ടികളും അതുപോലെ തന്നെ പ്രീമിയം വണ്ടികളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നെഗോഷ്യബിൾ റേറ്റ്. ഒരു കാര്യം മറക്കരുത്, മലയാളി മീഡിയയിൽ നിന്ന് വരുന്ന കസ്റ്റമർ ആണെന്ന് പറയണം. അവർക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ഉണ്ടാവും.
അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.